प्यारी हिंदी सबसे निराली मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, നമുക്ക് ജൂലിയ ഓർ ലൂണ എന്ന പാഠത്തിലെ എക്സർസൈസ് അഭ്യാസ ഭാഗത്തേക്ക് വരാം. പേജ് നമ്പർ 18-ൽ ആദ്യത്തെ എക്സർസൈസ് എന്താണ്? കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കഥയെ ആധാരമാക്കി ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 5 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. പ്രസ്താവനകൾ ഞാനൊന്ന് വായിച്ച് അതിന്റെ ആശയം പറയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന്. ലഡ്കിനെ ചുനൗത്തിയോं का सामना किया. ഒന്നാമത്തെ പ്രസ്താവന, പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ടു. ശരിയല്ലേ? അവള് വെല്ലുവിളികളെ നേരിട്ടിട്ടാണ് മരത്തിന് മുകളിൽ കയറിയിരുന്നത് അല്ലേ? രണ്ടാമത്തേത്, ലഡ്കിനെ വിപത്തിമേ പേട് കോ ചോട് ദിയ. ലഡ്കി ആപത്ത് സമയത്ത് മരത്തിനെ ഉപേക്ഷിച്ചു. ശരിയാണോ? ഇല്ലില്ല, ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അവള് മരത്തിന്മേൽ കയറിയിരുന്ന് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തേത്, ലഡ്കിനെ ജീവൻ കി സുവിധായേൻ ചോട് ദീൻ. പെൺകുട്ടി ജീവിതത്തിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. ശരിയല്ലേ? അവൾക്ക് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത്രയും ദിവസം അവൾക്ക് അവളുടെ പഠിത്തം ഒരുപക്ഷെ ഉപേക്ഷിക്കേണ്ടി വന്നു. വീട്ടിൽ എല്ലാവരുടെയും കൂടെ കൂട്ടുകാരുടെയൊക്കെ കൂടെയുള്ള കളിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവൾ ആ മരത്തിനെ സംരക്ഷിച്ചത്. അപ്പൊ ആ പ്രസ്താവന ശരി തന്നെയാണ്. മൂന്നാമത്തേത്, ലഡ്കി സേഠ് കെ അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി. ലഡ്കി സേഠിന്റെ വിചിത്രങ്ങളായ നടപടികളിൽ പേടിച്ചുപോയി. ശരിയാണോ? അല്ലല്ല, സേഠ് വിചിത്രങ്ങളായ ഒത്തിരി നടപടികൾ നടത്തി അല്ലേ? ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് പേടിപ്പിച്ചു. അതുപോലെ മരത്തിന്റെ ചുവട്ടിൽ ഉച്ചഭാഷിണി വെച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കി. പക്ഷെ അവള് പേടിച്ചോ? ഇല്ല. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. അടുത്തത്, ലഡ്കി അപ്നി ദോസ്തി പർ അടൽ രഹി. പെൺകുട്ടി അവളുടെ സൗഹൃദത്തിൽ ഉറച്ചു നിന്നു. ശരിയല്ലേ? അവളും മരവുമായിട്ടുള്ള സൗഹൃദത്തിൽ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതായത് ഇതിന്റെ അകത്ത് ശരിയായിട്ടുള്ള 3 പ്രസ്താവനകൾ നമുക്കറിയാം. ലഡ്കിനെ ചുനൗത്തിയോं का सामना किया, ലഡ്കിനെ ജീവൻ കി സുവിധായേൻ ചോട് ദി, ലഡ്കി അപ്നെ ദോസ്തി പർ അടൽ രഹി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഞാനത് സ്ലൈഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കുറിച്ചെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ എക്സർസൈസ്, നമൂനയ്ക്ക് അനുസാർ വാക്യോं का പുനർലേഖൻ കരേ. ഉദാഹരണത്തിലേതുപോലെ വാക്യത്തെ വീണ്ടും മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം എന്താന്ന് നോക്കിയേ. മേ നഹി ഉതരൂങ്കി ലഡ്കി ചില്ലായി. ഞാൻ ഇറങ്ങില്ല, പെൺകുട്ടി ബഹളം വെച്ചു. അതിന്റെ ഉദാഹരണ വാക്യം എങ്ങനെയാണ്? ലഡ്കി ചില്ലായി കി മേ നഹി ഉതരൂങ്കി. പെൺകുട്ടി ബഹളം വെച്ചു, അതായത് ഞാൻ ഇറങ്ങില്ല. കി എന്ന ലെഫ്റ്റ് സൈഡിൽ വള്ളിയിട്ട് എഴുതുന്ന കീയുടെ മീനിങ് ദാറ്റ് എന്നാണ്. സോ അതായത് എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇനി താഴെ കുറെ വാക്യങ്ങൾ തന്നിരിക്കുകയാണ്. ആ വാക്യങ്ങളും നമ്മളോട് ഇപ്രകാരം മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓരോന്നും വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരാം. ആത്മീയനെ സോച്ച ആഖിർ കഭി തോ ഉതരേഗി തബ് കാട്ടേങ്കെ പേടുക്കോ. ആൾക്കാർ ചിന്തിച്ചു, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, അപ്പോൾ മരത്തിനെ മുറിക്കാമെന്ന്. നമ്മൾ ഒന്നിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു, അതായത് എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, അപ്പോൾ മുറിക്കാമെന്ന്. നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ വരും, ആത്മീയോനെ സോച്ചാക്കി ആക്കിർ കഭി തോ ഉതരേഗി തബ് കാട്ടേങ്കെ പേടുക്കോ. ഇതാണ് ആൻസർ. അടുത്തത്, കഹാനി പഠിക്കർ സുനാവും കഭി ലഡ്കി പേട് സെ പൂച്ച്തി. കഥ വായിച്ച് കേൾപ്പിക്കട്ടെ. ചിലപ്പോഴൊക്കെ പെൺകുട്ടി മരത്തിനോട് ചോദിച്ചു. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? ചിലപ്പോഴൊക്കെ പെൺകുട്ടി മരത്തിനോട് ചോദിച്ചു, അതായത് കഥ വായിച്ച് കേൾപ്പിക്കട്ടെ. ആൻസർ എങ്ങനെ എഴുതും? കഭി ലഡ്കി പേട് സെ പൂച്ച്തി കി കഹാനി പഠിക്കർ സുനാവും. ഇനി മൂന്നാമത്തത്, തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാവോഗെ ലഡ്കിനെ കഹ. നിനക്ക് ഞങ്ങളുടെ സൗഹൃദത്തെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, പെൺകുട്ടി പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതുമ്പം പെൺകുട്ടി പറഞ്ഞു, അതായത് നിനക്ക് ഞങ്ങളുടെ സൗഹൃദത്തെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വേണം എഴുതാൻ. ലഡ്കിനെ കഹ കി തും ഹമാരി ദോസ്തി കഭി നഹി തോട് പാവോഗെ. ലാസ്റ്റ്, ലഡ്കിനെ ബതായ വാദാ കരോ യഹാं के किसी भी पेड़ को कभी नहीं काटोगे.
അത് ചേർത്ത് കഴിയുമ്പോൾ ലഡ്കീനെ ബതായ കി വാദാ കരോ യഹിം കെ കിസി ഭി പേട് കോ കഭി നഹി കാട്ടോഗേ. ലഡ്കി പറഞ്ഞു, എനിക്ക് ഉറപ്പ് തരണം, അതായത് ഇവിടുത്തെ ഒരു മരങ്ങളും ഒരിക്കലും മുറിച്ചു കളയില്ല. ഒന്നിച്ച് പറയുമ്പോൾ ലഡ്കീനെ ബതായ കി വാദാ കരോ യഹാ കെ കിസി ഭി പേട് കോ കഭി നഹി കാട്ടോഗേ. ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് 1 മാർക്കിനുള്ള ചോദ്യമായിട്ടൊക്കെ കീയുടെ ഉപയോഗം ചോദിക്കാവുന്നതാണ്. 2 വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന് ആണ് കീ ഉപയോഗിക്കുന്നത്. ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ വളരെ വിശദമായിട്ട് പിന്നീട് ഞാനത് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങളിത് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത ചോദ്യം. तैयार करे जूलिया और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. कहीं कहीं लूना के संरक्षण पर पोस्टर निकलने लगे. आप भी लूना के संरक्षण पर पोस्टर तैयार करें. ചോദ്യം ഇതാണ്. തയ്യാർ കരേം എന്നാണ് തുടങ്ങുന്നതിന്. തയ്യാറാക്കൂ. എന്താണ് തയ്യാറാക്കേണ്ടത്? ജൂലിയ और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. ജൂലിയയുടെയും ലൂനയുടെയും ആ വിചിത്രമായ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ ലോകം മുഴുവൻ പ്രസിദ്ധമായി. കഹിം കഹിം ലൂനാക്കെ സംരക്ഷൺ പർ പോസ്റ്റർ നികലിനേക്ക്. ചിലയിടത്തൊക്കെ ലൂണ മരത്തിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ പുറപ്പെടാൻ തുടങ്ങി, പോസ്റ്ററുകൾ ഇറക്കാൻ തുടങ്ങി. ആപ് ഭി ലൂണാക്കി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാറാക്കരെ. നിങ്ങളും ലൂണയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. മനോഹരമായ ഒരു പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടിയതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ആകർഷകമായിരിക്കണം, അതിന് ഉചിതമായൊരു ഹെഡിങ് വേണം, അതുപോലെ ചിത്രങ്ങൾ ചേർക്കാൻ സാധിക്കുമെങ്കിൽ ചിത്രങ്ങൾ ചേർക്കണം, പിന്നെ 1-2 വാക്യങ്ങൾ അതിലുണ്ടാകണം, അതായത് സന്ദേശവാക്യങ്ങൾ അതിൽ ഉണ്ടാവണം. അത്രയാണ് നമ്മളൊരു പോസ്റ്ററിൽ വേണ്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിമനോഹരമായിരിക്കണം, ആകർഷകമായിരിക്കണം എന്ന കാര്യമാണ്. എന്ന കാര്യം ആണ്. പോസ്റ്റർ നിങ്ങൾക്ക് കുറിച്ചെടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करे. 738 ദിവസം മരം മുറിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നിന്നതിന് ശേഷം ഒരു ദിവസം മരം മുറിക്കാൻ വന്ന ആൾക്കാർ അവിടുന്ന് നിശബ്ദമായി തിരികെ പോകാൻ ഒരുങ്ങി. അപ്പോൾ പെൺകുട്ടി ആ പ്രഭുവിനോട് പറഞ്ഞു, എനിക്കൊരു വാക്ക് തരണം, അതായത് ഇവിടുത്തെ ഒരു മരവും ഒരിക്കലും മുറിക്കില്ല എന്നുള്ള വാക്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഇസ് പ്രസംഗ് പർ ജൂലിയ और सेठ के बीच की बातचीत तैयार करो. ഈ അവസരത്തിൽ ജൂലിയയും സേട്ടും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സംഭാഷണം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു തരാം. ജൂലിയ, ലഡ്കി, सेठ जी आप जा रहे हैं? सेठ, हाँ बेटी, 738 दिन हो गए और मैंने एक भी पेड़ नहीं काटा जैसा तुमने कहा था. जूलिया, आपने मुझसे वादा किया था ना कि आप पेड़ नहीं काटेंगे. सेठ, हाँ मुझे याद है, मैंने तुमसे वादा किया था, पर अब तो मैं जा रहा हूँ. तुम क्या चाहती हो? जूलिया, मैं चाहती हूँ कि आप अपना वादा निभाए, इन पेड़ों को कोई नुकसान न पहुंचे. हमने हमें इतनी छाया और फल दिए हैं. सेठ, बेटी, मेरा तो यही काम है, पेड़ काटना. तुम जानती हो इससे ही मेरा घर चलता है. जूलिया, पर क्या पेड़ काटना ही सब कुछ है? क्या इनकी जिंदगी का कोई मोल नहीं? आपने देखा नहीं इन 738 दिनों में कितने पक्षी यहाँ आए, कितनी शांति मिली. सेठ, शांत होकर, तो तुम क्या चाहती हो, साफ साफ बताओ. जूलिया, मैं चाहती हूँ कि आप हमेशा के लिए इन पेड़ों की रक्षा का वादा करें. सेठ, हमेशा के लिए तो बहुत बड़ी बात है बेटी. जूलिया,
दृढ़ता से, पर इन पेड़ों का जीवन भी बहुत बड़ा है। सेड, ठीक है बेटी, तुमने मुझे 738 दिन रोका और इन दिनों में मैंने भी बहुत कुछ सीखा। मैं वादा करता हूं कि मैं इन पेड़ों को कभी नहीं काटूंगा और न ही किसी और को काटने दूंगा। ये पेड़ सुरक्षित रहेंगे। यूलिया, खुशी से उसकी आंखें फर आती है। धन्यवाद सेठ जी, बहुत बहुत धन्यवाद। सेठ मुस्कुराते हुए, नहीं बेटी, तुमने मुझे एक नया रास्ता दिखाया है, अब मुझे जाना होगा। जूलिया हाथ जोड़कर, आपकी यात्रा शुभ हो सेठ जी. അല്പം വലുതാണ്, ഞാനിതിന്റെ മലയാളം ആശയം കൂടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടിയവർക്ക് അതും കൂടെ വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചുരുക്കി എഴുതാം, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവര് ചുരുക്കി പഠിക്കാനായിട്ട് കുറച്ച് ഭാഗമൊക്കെ നിങ്ങൾക്ക് ആ നീളമുള്ള സെന്റൻസുകളൊക്കെ ആദ്യത്തെ സെന്റൻസ് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി കളയാവുന്നതാണ്. അങ്ങനെ ചുരുക്കി എഴുതി പഠിക്കാവുന്നത്. ഞാനത് കൂടുതൽ വേണ്ടിയവർക്ക് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. മലയാളവും കൂടെ വായിച്ചു നോക്കുക. മലയാളം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കിക്കൊള്ളുക. കഹാനിക്ക് ഘടനാവോങ്കോ ക്രമസെ ലിഖേ, കഥയിലെ സംഭവങ്ങളെ ക്രമമായിട്ട് എഴുതുക. ഇവിടെ 6 വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച ആശയം പറയാം, അതിനുശേഷം നമുക്കത് ക്രമത്തിലേക്ക് എഴുതാം. ഏക് रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ശക്തരായ ആൾക്കാര് ഒരു വലിയ മരം മുറിക്കാൻ വന്നു. ലിഡ്കി അവർ पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगे. പെൺകുട്ടിയും മരത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാരും ഒന്നിച്ചുകൂടി. कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. കുറെ ദിവസം മരം മുറിക്കാൻ പ്രതീക്ഷയിലിരുന്നതിന് ശേഷം ഒരു ദിവസം ആ ആൾക്കാര് അവിടെ നിന്ന് നിശബ്ദം തിരികെ പോകാൻ ഒരുങ്ങി. ഹട്ടേക്കട്ടെ ആത്മീയോങ്കെ സേട്ടിനെ അജീബോഗരീബ് തർക്കീബിൻ ലഗായി. ആ ശക്തന്മാരായ ആൾക്കാരുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവരുടെ പ്രഭു വന്ന് വിചിത്രങ്ങളായ നടപടികൾ എടുക്കാൻ തുടങ്ങി. ലഡ്കിനെ ചിടിയോങ്കി തിരക്ക് പേട് पर अपना घोंसला बना लिया. പെൺകുട്ടി പക്ഷിയെ പോലെ അവളുടെ കൂട് ആ മരത്തിൽ ഉണ്ടാക്കി. ലഡ്കി ഛഡ് പേട് पर चढ़ गई. പെൺകുട്ടി പെട്ടെന്ന് മരത്തിൽ ചാടിക്കയറി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്നാമത്തെ വാക്യമാണ് ഏറ്റവും ആദ്യത്തത് തന്നെയാണ് ഒന്നാമത്തെ വാക്യം അല്ലെ, കഥ തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ഏക് രോജ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി ഏക് ബഡേ സെ പേട് കോ കാട്ടനെ പഹുഞ്ചെ, അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തത് ലഡ്കി ഛഡ്, അന്നേരം എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടി ഓടിച്ചത് മരത്തിൽ കയറി അന്നേരം അല്ലെ. ലഡ്കി ഛഡ് സെ പേട് पर चढ़ गई. പെൺകുട്ടി പെട്ടെന്ന് മരത്തിൽ കയറി. ഇനി കയറി കഴിഞ്ഞിട്ട് അവൾ എന്താ ചെയ്തത്? ലഡ്കിനെ ചിടിയോങ്കി തിരക്ക് പേട് पर अपना घोंसला बना लिया. പെൺകുട്ടി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ല, പക്ഷികളെ പോലെ ആ മരത്തിൽ അവളുടെ കൂട് ഉണ്ടാക്കി. നാലാമത്തേതോ ഹട്ടെ കട്ടെ ആത്മീയോങ്കെ സേട്ടിനെ അജീബോ ഗരീബ് തർക്കീബിൻ ലഗായി. ആ ശക്തരായ മനുഷ്യരുടെ സേട്ട് ഇവിടെ മരത്തിൽ നിറക്കാൻ വളരെ വിചിത്രമായ നടപടികൾ എടുത്തു. ഇനി അഞ്ചാമത്തേതോ ലഡ്കി और പേടിക്കെ ഇറുത് ഹസാരം ലോകി കെട്ടാഹോനയിലേക്ക്. പെൺകുട്ടിക്കും മരത്തിനും ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചുകൂടാൻ തുടങ്ങി. कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से चले जाने लगे. കുറെ ദിവസം മരങ്ങൾ മുറിക്കാം എന്നുള്ള പ്രതീക്ഷയിലിരുന്നതിന് ശേഷം ഒരു ദിവസം ആ ആൾക്കാര് അവിടെ നിന്ന് നിശബ്ദം പോയി. നിങ്ങൾക്ക് കുറിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് അനുബന്ധകാരിയായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. देश का विकास और प्रकृति संरक्षण विषय पर चर्चा चलाए और लघु लेख तैयार करे. ദേശത്തിന്റെ വികസനം അതുപോലെ പ്രകൃതി സംരക്ഷണം ഇത് രണ്ടും കൂടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശ കാ വികാസ് और പ്രകൃതി സംരക്ഷण विषय पर चर्चा चलाए, അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുക. ലഘു ലേഖ തയ്യാറാക്കരെ, അതിനൊരു ലഘു ലേഖനം തയ്യാറാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 10 വാക്യങ്ങളൊക്കെ മതി. നിങ്ങൾ 8ാം ക്ലാസ്സുകാരായതുകൊണ്ട് ഞാൻ ഒരു അല്പം നീളത്തിലാണ് തന്നിരിക്കുന്നത്. പഠിക്കാവുന്നവർ പഠിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 2 പാരഗ്രാഫ് കൊണ്ട് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഞാനൊന്ന് വായിച്ചു തരാം. ദേശ കാ വികാസ് और प्रकृति संरक्षण. किसी भी देश की उन्नति और उसके नागरिकों का कल्याण केवल आर्थिक विकास पर निर्भर नहीं करता, बल्कि प्रकृति के संरक्षण पर भी समान रूप से आधारित होता है. देश का विकास और प्रकृति संरक्षण एक दूसरे के पूरक है, न कि विरोधी. आधुनिक युग में तेजी से औद्योगिकरण और शहरीकरण ने विकास की एक नई परिभाषा गढ़ी है.
जहां प्रकृति को अक्सर एक संसाधन मात्र के रूप में देखा जाता है। सड़कें बनाना, इमारतें खड़ी करना, कारखाने स्थापित करना, ये सभी विकास के प्रतीक माने जाते हैं। हालांकि इस प्रक्रिया में हमने अपने जंगलों को काटा है और नदियों को प्रदूषित किया है। इसका परिणाम जलवायु परिवर्तन, प्राकृतिक आबादाओं में वृद्धि और जैव विविधता के नुकसान के रूप में सामने आ रहा है, जो अंततः मानव जीवन के लिए खतरा बन रहा है। प्रकृति संरक्षण का अर्थ केवल पेड़ों और जानवरों को बचाना नहीं है, बल्कि एक स्वस्थ और टिकाऊ भविष्य सुनिश्चित करना है। स्वच्छ हवा और पानी, बचाऊ मिट्टी और स्थिर जलवायु, ये सभी मानवीय जीवन के आधार है। यदि हम इन्हें नष्ट करते हैं तो चाहे हम कितनी भी आर्थिक प्रगति क्यों न कर ले, वह अर्थहीन हो जाएगी। हमें यह समझना होगा कि प्रकृति हमारी जननी है और उसका सम्मान करना हमारा कर्तव्य है। देश का सच्चा विकास तभी संभव है जब हम आर्थिक समृद्धि के साथ साथ अपनी प्राकृतिक विरासत को भी सहेज कर रखें। प्रकृति के साथ सामंजस्य स्थापित करके ही हम एक समृद्ध, स्वस्थ और टिकाऊ भविष्य का निर्माण कर सकते हैं। നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ മലയാളത്തിലും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വായിച്ചു നോക്കുക. അല്പം നീണ്ടതാണ്, പഠിക്കാൻ വിഷമമുള്ളവര് ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫുമായിട്ട് ചുരുക്കിയെടുത്ത് പഠിക്കുക. പഠിക്കാൻ സാധിക്കുന്നവർക്ക് നല്ല ആശയങ്ങളോടുകൂടിയാണ് ഞാൻ ഈ എസ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, जून और जुलाई महीनों के विशेष दिवसों को पहचाने, नमूने के अनुसार कम से कम 5 दिवसों की सूची बनाए. ജൂണിലെയും ജൂലൈയിലെയും വിശേഷ ദിവസങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ 5 ദിവസങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾ ജൂൺ 5-ാം തീയതി പര്യാവരണ ദിവസം ആചരിച്ചു അല്ലേ? പരിസ്ഥിതി ദിനം, ഹിന്ദിയിലതിന് പര്യാവരൺ ദിവസ് എന്നാണ് പറയുക കേട്ടോ. പര്യാവരൺ ദിൻ ആചരിച്ചുവല്ലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ് എന്ന് കൊടുത്തിരിക്കുന്നു. വേറെ ജൂണിലെയും ജൂലൈയിലെയും കൂടെ കൂടി ഒരു 5 ദിവസങ്ങളും കൂടെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് 5 जून विश्व पर्यावरण दिवस, एक पर्यावरण संरक्षण और जागरूकता को बढ़ावा देने के लिए मनाया जाता है. ലോക പരിസ്ഥിതി ദിനം ഇത് അന്തരീക്ഷ സംരക്ഷണത്തിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആഘോഷിക്കുന്നത്. ഇനി രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് 21 जून योग के शारीरिक और मानसिक स्वास्थ्य लाभों के बारे में दुनिया भर में जागरूकता फैलाने के लिए यह दिवस मनाया जाता है. യോഗ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനെ കുറിച്ച് ലോകം മുഴുവനിലും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ഇനി ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ജൂലൈയിലെ 3 ദിവസങ്ങളാണ് ഞാൻ ഇനി തന്നിരിക്കുന്നത്. ജൂലൈ മഹീനയ്ക്ക് വിശേഷ ദിവസ്. 11 ജൂലൈ വിശ്വ ജനസംഖ്യാ ദിവസ്, ലോക ജനസംഖ്യാ ദിനമാണ്. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ. എന്തിനാണ് ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? जनसंख्या के मुद्दों जैसे कि जनसंख्या वृद्धि, परिवार नियोजन, गरीबी और मानव अधिकारों पर वैश्विक ध्यान केंद्रित करने के लिए मनाया जाता है. അതായത് ജനസംഖ്യ വർധനവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആഗോളതലത്തിൽ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ദിവസം ആചരിക്കുന്നത്. അതായത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചും കുടുംബാസൂത്രണത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്
ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ഇനി അടുത്തായി ഞാൻ കൊടുത്തിരിക്കുന്നത് 28 ജൂലൈ വിശ്വ ഹെപ്പറ്റൈറ്റിസ് ഡേ. വിശ്വ ഹെപ്പറ്റൈറ്റിസ് ദിവസ്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു രോഗമാണല്ലേ. വൈറൽ ഹെപ്പറ്റൈറ്റിस के बारे में जागरूकता बढ़ाने और बीमारी की रोकथाम, निदान और उपचार को प्रोत्साहित करने के लिए मनाया जाता है. വിശ്വ ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസിനെതിരായിട്ട് ഒരു അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ആ രോഗത്തെ തടയുന്നതിനും അതിന്റെ കാരണങ്ങളും അതിന്റെ പ്രതിവിധികളും ആൾക്കാരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിശ്വ ഹെപ്പറ്റൈറ്റിസ് ദിനം ആയിട്ട് ജൂലൈ 28 ആചരിക്കുന്നത്. അടുത്തത് 30 ജൂലൈ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. इंटरनेशनल फ्रेंडशिप डे ആണ് ജൂലൈ 30. यह विभिन्न देशों के लोगों के बीच दोस्ती को बढ़ावा देने और शांति बनाने के प्रयासों को प्रोत्साहित करने के लिए मनाया जाता है. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആചരിക്കുന്നതിന് കാരണം ലോകം മുഴുവനിലുള്ള ജനങ്ങൾക്കിടയിലുള്ള സൗഹൃദം, അതുപോലെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് വിശേഷ് ദിവസ്. കണ്ടോ, വിശ്വ പര്യാവരൺ ദിവസത്തിന്റെ അന്ന് മരം നടുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലേ. അതിന് താഴെ വിശേഷ് ദിവസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. साल भर हम विभिन्न अंतरराष्ट्रीय राष्ट्रीय एवं പ്രാന്തീയ മഹത്വക്കെ ദിവസ് മനാത്തെ ഹെ. ഓരോ വർഷം മുഴുവൻ നമ്മൾ അന്തർദേശീയവും ദേശീയവും പ്രാദേശികവുമായി മഹത്വമുള്ള ദിവസങ്ങളെ ആചരിക്കുന്നു. ഉദ്ദേശിക്ക അതിനൊക്കെ പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താണ്? സാർവജനിക് ജാഗരൂകത ബിടാന എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കുക. ഇതിഹാസ വിശേഷ സന്ദർഭം ജുടന, ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലേക്ക് ഒന്നുകൂടെ നമ്മളെ ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത്തരം ദിവസങ്ങൾ ആചരിക്കുന്നതിന്റെ പിന്നിൽ ഉള്ളത്. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, പ്രകൃതി സംരക്ഷൺ കെ ലിയെ കാര്യരത് പ്രസിദ്ധ വ്യക്തിയോം പർ വിശേഷാംഗ നികാലെ. പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മുഴുകിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് ഒരു സ്പെഷ്യൽ പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ആളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്നത്ര വ്യക്തികളുടെ ഒരു ചിത്രവും ശേഖരിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണവും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ 3-4 പേരെ കുറിച്ച് ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ട്. സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച് കൊടുത്തിരിക്കുന്നൊന്ന് വായിക്കാം. सुंदरलाल बहुगुणा. जन्म 9 जनवरी सन 1927. मृत्यु 21 मई 2021. भारत के एक महान पर्यावरण चिंतक एवं चिपको आंदोलन के प्रमुख नेता थे. उन्होंने हिमालय के पर्वतीय क्षेत्रों में वनों के संरक्षण के लिए संघर्ष किया. ഭാരതത്തിലെ മഹാനായ ഒരു പരിസ്ഥിതി സംരക്ഷകനും അതുപോലെ ചിന്തകനുമാണ് അദ്ദേഹം. അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ ആന്തോളൻ. ചിപ്കോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭണത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു അദ്ദേഹം. ചിപ്കോ ആന്തോളൻ എന്ന് പറയുന്നത് മരങ്ങൾ മുറിക്കാൻ ചെല്ലുമ്പോൾ അവയെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അത് തടയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലാണെങ്കിൽ ആ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഒന്നടങ്കം ആ മരങ്ങൾക്ക് വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ചിപ്കന എന്ന് പറഞ്ഞാൽ മുട്ടിപ്പിടിക്കുക എന്നാണ്. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ മരം മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഗ്രാമീണര് മരം മുറിക്കുന്നത് ഒത്തിരി തടഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാണ് സുന്ദർലാൽ ബഹുഗുണ. ഉन्होंने हिमालय के पर्वतीय क्षेत्र में वनों के संरक्षण के लिए संघर्ष किया. ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളില് അതിന്റെ പർവ്വത പ്രദേശങ്ങളിലെ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൂടുതലും സംഘർഷങ്ങൾ നടത്തിയത്. ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു 3-4 പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആള് കൈലാസ് സാങ്കല എന്ന് പറയുന്ന ആളാണ്.
एक प्रसिद्ध भारतीय वन्यजीव संरक्षणवादी और प्रकृतिवादी जिन्हें भारत का ടൈഗർമാൻ കെ നാം സെ ജാനാ ജാത്താ ഹെ. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഭാരതത്തിലെ ടൈഗർമാൻ എന്നാണ്. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്താണ്? ഇതന്നെ ഭാരതീയ ബാഘോं के संरक्षण के लिए അഥക് പ്രയാസ് കിയെ. അദ്ദേഹം ഭാരതത്തില് കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. 1973 में शुरू हुए പ്രോജക്ട് ടൈഗർ കെ പഹലെ നിദേശകത്തെ. 1973 തുടങ്ങിയ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. जिसने भारत में बाघों की घटती आबादी को बचाने में महत्वपूर्ण ഭൂമിക നിഭായി. ഭാരതത്തിൽ കുറഞ്ഞു വരുന്ന കടുവകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ആ കുറവിനെ പരിഹരിക്കാനായിട്ട് ഇദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതായത് കടുവ സംരക്ഷണത്തിന് വേണ്ടി വളരെയധികം ശ്രമിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം. അടുത്ത ആളാണ് MS സ്വാമിനാഥൻ. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട് അല്ലെ? ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? यद्यपि वह मुख्य रूप से कृषि उत्पादन बढ़ाने के लिए जाने जाते हैं, उन्होंने सतत कृषि और जैव विविधता संरक्षण के महत्व पर भी जोर दिया. उन्होंने ऐसी कृषि पद्धतियों की वकालत की जो पर्यावरण को नुकसान पहुंचाए बिना खाद्य सुरक्षा सुनिश्चित रहे. स्वामीनाथन ने सदाबहार क्रांति की अवधारणा को भी बढ़ावा दिया, जिसका उद्देश्य पर्यावरणीय स्थिरता के साथ कृषि उत्पादकता बढ़ाना था. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ജനിതക ശാസ്ത്രജ്ഞനും കാർഷിക ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആയുമാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് അദ്ദേഹം പ്രധാനമായി അറിയപ്പെടുന്നതെങ്കിലും സുസ്ഥിര കൃഷിയുടെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പരിസ്ഥിതിക്ക് ദോഷകരമാകാതെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന കാർഷിക രീതികൾക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. പാരിസ്ഥിതിക സുസ്ഥിരതയോടെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിത്യഹരിത വിപ്ലവം എന്ന ആശയം സ്വാമിനാഥൻ പ്രചരിപ്പിച്ചു. ജാദവ് പായേക് असम के एक पर्यावरण कार्यकर्त्री जिन्हें भारत का वन मानुष के नाम से जाना जाता है. ആസാമിലെ ഒരു അന്തരീക്ഷ പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം ഭാരതത്തിലെ വനമനുഷ്യൻ, ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? उन्होंने आगे ही ब्रह्मपुत्र नदी के एक रेत के टीले पर कई वर्षों तक पेड़ लगाकर एक विशाल जंगल मोलाई वन का निर्माण किया. यह जंगल अब कई वन्य जीवों जिनमें बाघ और हाथी भी शामिल है का घर है. उनका यह कार्य व्यक्तिगत दृढ़ संकल्प और प्रकृति के प्रति प्रेम का एक असाधारण उदाहरण है, जो दिखाता है कि एक व्यक्ति भी कितना बड़ा बदलाव ला सकता है. എന്താണ് ഇദ്ദേഹം ചെയ്തത്? നമുക്കൊന്ന് ഞാനത് മലയാളത്തിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ജാദവ് പയേങ്ക് എന്ന് പറയുന്നയാള് ഇന്ത്യയുടെ വനമനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആസാമിലെ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലെ ഒരു മണൽത്തിട്ടയില് വർഷങ്ങളോളം ഒറ്റയ്ക്ക് മരങ്ങൾ നട്ട് ഒരു വലിയ വനം, ആ വനത്തിന്റെ പേരാണ് മൊലായി വനം എന്നത്, അദ്ദേഹം നിർമ്മിച്ചു. ഈ വനം ഇപ്പോൾ കടുവകളും ആനകളും ഉൾപ്പെടെ നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. വ്യക്തിപരമായ ദൃഢനിശ്ചയത്തിന്റെ പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ അസാധാരണമായ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം. ഒരു വ്യക്തിക്ക് എത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ പ്രവർത്തനം കാണിച്ചു തരുന്നു. ഇതാണ് മൂന്നാമത്തെ ആള്. അടുത്തതാണ് അനിൽ അഗർവാൾ. നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു പേരാണ് അല്ലെ? അനിൽ അഗർവാൾ പത്രകാരനാണ്. നമുക്ക് നോക്കാം. एक ഭാരതീയ पर्यावरण വിത്ത് അവർ പത്രകാർ. അന്തരീക്ഷ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നയാളും അതുപോലെ പത്രകാരനുമാണ്, എഴുത്തുകാരനുമാണ്. जिन्होंने भारत में पर्यावरण पत्रकारिता और नागरिक समाज आंदोलनों को बढ़ावा दिया. योगदान. उन्होंने
सेंटर फॉर साइंस एंड एनवायरनमेंट CSE की स्थापना की और भारत में पर्यावरणीय मुद्दों पर जागरूकता बढ़ाने में महत्वपूर्ण भूमिका निभाई। उन्होंने स्टेट ऑफ इंडिया एनवायरनमेंट जैसे रिपोर्ट प्रकाशित की। इन्होंने नीति निर्माताओं और जनता का ध्यान पर्यावरणीय चुनौतियों की ओर आकर्षित किया। अग्रवाल ने दिखाया कि कैसे विकास और पर्यावरण संरक्षण को एक साथ लेकर चला जाता है। ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ പാരിസ്ഥിതിക പത്രപ്രവർത്തനത്തിനും പൗര സമൂഹ പ്രസ്ഥാനങ്ങൾക്കും പ്രചാരം നൽകി ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തനം പത്രപ്രവർത്തനമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് CSE അത് സ്ഥാപിച്ചു. അദ്ദേഹം ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ് പോലുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ എന്നാണ് കേട്ടോ. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഇത് നയനിർമ്മാതാക്കളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ പാരിസ്ഥിതിക വെല്ലുവിളികളിലേക്ക് ആകർഷിച്ചു. ഇത്തരം റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും അതുപോലെ ഗവൺമെന്റിനും ഒക്കെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അവബോധം ഉണ്ടാകും അല്ലെ. വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് അഗർവാൾ കാണിച്ചു തന്നു. വികസനം വേണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത്, വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം കാണിച്ചു തന്നത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ആളാണ് വന്ദന ശിവ. एक भारतीय पर्यावरण कार्यकर्ता, दार्शनिक और भूमंडलीकरण विरोधी लेखिका. योगदान वो जैव विविधता संरक्षण, जैविक खेती और किसानों के अधिकारों की प्रबल समर्थक है. उन्होंने नवधान्य नामक एक आंदोलन की स्थापना की जो स्वदेशी बीजों के संरक्षण और जैविक खेती को बढ़ावा देता है. वंदना शिवा ने कॉर्पोरेट निमंत्रण और आनुवंशिक रूप से संशोधित फसलों के पर्यावरणीय और सामाजिक प्रभावों की आलोचना की है और पारिस्थितिक न्याय के लिए अंतरराष्ट्रीय स्तर पर आवाज उठाई है. എന്താണ് വന്ദന ശിവ നമ്മൾക്ക് വേണ്ടി ചെയ്തത്? ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയും തത്വചിന്തകയും ആഗോളവൽക്കരണ വിരുദ്ധ എഴുത്തുകാരിയുമാണ് വന്ദന ശിവ. അവരുടെ സംഭാവനകൾ ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ കൃഷി, കർഷകരുടെ അവകാശങ്ങൾ എന്നിവയുടെ ശക്തമായ വക്താവാണ് അവര്. തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി നവധാന്യ എന്ന ഒരു പ്രസ്ഥാനത്തിന് അവർ രൂപം നൽകി. കോർപ്പറേറ്റ് നിയന്ത്രണങ്ങളെയും ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെയും വന്ദന ശിവ വിമർശിച്ചു. കൂടാതെ പാരിസ്ഥിതിക നീതിക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തി. ഇത് ഞാന് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. അത് വായിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ ആരൊക്കെയാണെന്നും അവരെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് തന്നിരിക്കുന്നത്. വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. കാണാതെ പഠിക്കുവോ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷാംഗ അല്ലെങ്കിൽ സ്പെഷ്യൽ പതിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒത്തിരി സമയം കളയാതെ ഇത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുക്കാതെ ഉള്ളത്. അത് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഞാൻ തരുന്നതാണ്. പുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഇതിൽ തന്നിട്ടുണ്ട്. ഷോർട്ട് ആൻസർ പിന്നീട് ചെറിയ വീഡിയോ ആയിട്ട് പിന്നീട് തരാം. ഓക്കെ, താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. അടുത്ത പാഠത്തിന്റെ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും.